യുടെ മന്ത്രിസഭയിൽ പിന്നെ മന്ത്രിയായിരുന്നു, MLA ഒക്കെ ആയിരുന്നു. അയാൾ NDAയിൽ ചേരാനുള്ള, BJP മുന്നണിയിൽ ചേരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇന്ന് ചർച്ചയൊക്കെ നടക്കുന്നു. അദ്ദേഹം ചിലപ്പോൾ BJP പോകും. ഇനി തേജസ്വി യാദവ് നമ്മൾ പറഞ്ഞു മത്സരിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞാൽ മിസ ഫാർദി, രോഹിണി ആചാര്യയാണ് ഇപ്പോൾ അവരുടെ വൃക്ക. ഇതൊക്കെ എന്തൊക്കെയാണ് ഒരു സംസ്ഥാനത്ത് കേൾക്കുന്നത്. അവരുടെ അച്ഛന് വൃക്ക പ്രശ്നം വന്നപ്പോൾ ലാലു പ്രസാദ് യാദവിന് കൊടുത്തു. അതിന് എന്തിന് കൊടുത്ത, വൃക്ക വാങ്ങിച്ച് എന്ത് പറഞ്ഞിട്ടാണെന്നറിയാവോ? പണം തരണ്ട, ഈ ചികിത്സയ്ക്ക് പണം തരണ്ട മോള്, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വവും കൊടുക്കാം എന്ന് പറഞ്ഞാണ് മോളെ നിന്ന് വാങ്ങിച്ചത്. പക്ഷേ സ്ഥാനാർത്ഥിത്വം കൊടുത്തോ ഇല്ല എന്നുള്ളതാണ് തർക്കം. കൊടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഹേമ, മീന, ധന, ലത, രാഗിണി എന്നൊക്കെ പറഞ്ഞ് കുറേ മക്കളുണ്ട്. അങ്ങനെ തന്നെ 7-8 ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ചെണ്ണം രാഷ്ട്രീയത്തിലുണ്ട്, കുറച്ചെണ്ണം വീട്ടിലുമുണ്ട്. 3 മക്കൾ ഇപ്പോൾ ഇറങ്ങിപ്പോയി. അതിൽ പിന്നെ രോഹിണി ആചാര്യാണ് വലിയ ബഹളം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി. പിന്നെ വേറെ 2 പെൺമക്കൾ കൂടി പോകാൻ നിൽക്കുന്നു. വലിയ കുടുംബ രാഷ്ട്രീയത്തിൻ്റെ വലിയ വീഴ്ചയാണ് അവിടെ കാണുന്നത്. 8ാം ക്ലാസ് വരെ മാത്രം പാസ്സായിട്ടുള്ള തേജസ്വി യാദവും എഞ്ചിനീയറായ നിതീഷ് കുമാറും തമ്മിലായിരുന്നു മത്സരം.